അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നത്. അത് ഈ സബ്ജക്ട് ആയതുകൊണ്ട് അവർ ഒരുമിച്ച് വന്നാണ്. ആണല്ലേ? പിന്നെ അതെന്തോ പിരിക്കുമെന്നുള്ളതാണ്. ഭാര്യ ഭർത്താവ് ദാമ്പത്യം. ഓക്കെ. അപ്പൊ ഈ ദീപയുടെ ഒരു അഭിപ്രായം എങ്ങനെ? കാര്യം ദീപ പലരോടും സംസാരിക്കുമ്പോഴേ യങ്സ്റ്റേഴ്സ് പൊതുവെ അവരൊക്കെ ടോട്ടലി ചേഞ്ച് ആയെന്ന് തോന്നുന്നു കേരളത്തിൽ. നല്ല കാര്യം, അവർ മാറട്ടെ. അപ്പം അവരുടെ ഒരു അപ്രോച്ച് മാറുന്നതായിട്ട് ദീപയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? രണ്ട് രീതിയിൽ കാണാം സർ. അപ്രോച്ച് മാറി വരുന്നത് ഒരു പ്രോഗ്രസീവായ ഒരു കാര്യം തന്നെ, അത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പലരും പറയാറുണ്ട് ഡൈവോഴ്സ് റേറ്റ്സ് ഒരുപാട് കൂടി വരുന്നു, അത് ശരിക്കും വിവാഹത്തിന്റെ ഫെയിലിയർ അല്ലേ എന്ന്. ശരിക്കും അതിനെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് മാരേജ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റി നിർത്തിയാൽ ഡൈവോഴ്സ് റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പീനിയൻ തുറന്നു പറയാൻ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഡൈവോഴ്സ് റേറ്റ്സ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം, ആ ഒരു ചിന്താഗതിയിലുള്ള മാറ്റവും മുൻപോട്ട് പോകുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ വിവാഹം എന്ന സ്ഥാപനം ഇല്ലാതാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അങ്ങനെ പാടില്ല, അത് എന്ന് തന്നെയാണ്. അങ്ങനെ നിൽക്കണം രാഹുലെ. ഇതൊരു വ്യവസ്ഥാപിത ഇടപാടായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ലയബിലിറ്റി ഏറ്റെടുക്കാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. താല്പര്യം കുറയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം മാരേജ് പഴമക്കാരുടെ കാര്യം പോക്കാണോ. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം ഇല്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ വെർച്വലി ഒരു നാടുണ്ടാവില്ല. അപ്പം കേരളം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അടുത്തൊരു 125 വർഷത്തിനകം നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശൂന്യമാകും. ഇപ്പം തന്നെ പല വീടുകളും തിരുവിതാംകൂർ ഭാഗത്ത് ശൂന്യമായി കിടക്കുന്നത് കാണാം. അപ്പോ ഈ കല്യാണം എന്ന സ്ഥാപനം അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ നെഹ്റുജി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ബെസ്റ്റ് അവൈലബിൾ സിസ്റ്റം എന്ന രീതിയിൽ ഇതില്ലെങ്കിൽ, അഫോർഡബിൾ സിസ്റ്റം ആൻഡ് അവൈലബിൾ സിസ്റ്റം എല്ലാ കാര്യം കൊണ്ടും ഇല്ലെങ്കിൽ ഈ സമൂഹവും ലോകവും നിലനിൽക്കില്ല. ഇപ്പം യൂറോപ്പിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കൊളാപ്സാ. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഇത്ര അവസരം കിട്ടുന്നത്? അവിടെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം കൂടുതൽ വരാൻ കാരണം എന്താ? കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂർ ഭാഗങ്ങളിലടക്കം ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കൃത്യം കണക്ക് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം കണക്കെടുക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓരോ ദിവസവും 247 മുതൽ 250 ആൾക്കാർ വരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ കണക്കാണ്. ജനിക്കുന്നവരെ കാട്ടി എണ്ണം മരിക്കുന്ന കണക്കുണ്ട്. മലബാർ ഭാഗങ്ങളിൽ മാത്രം അതിന് വ്യത്യാസം. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് കണ്ടില്ലെങ്കിൽ കേരളം ഒഴിഞ്ഞു പോവും, കേരളം കാട് കയറും എന്നൊരു സത്യം ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. അനിജോസിന് നേരെയുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളോട് സ്നേഹത്തോടുകൂടി എതിർക്കാണ്. ഒന്ന്, കല്യാണമില്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല. ഈ ഒരു വ്യവസ്ഥ വേണോ? ഒട്ടും ആവശ്യമില്ല. ലിവിംഗ് ടുഗദർ ആയിട്ട് എത്ര കാലമായി? നമ്മളിപ്പോ 4 വർഷമായി. 4 വർഷമായി. അല്ല, ഇതൊരു MOU ഒക്കെ ഒപ്പിട്ട് മുന്നോട്ട് പോവാണോ അതോ പോകുന്നതാണ് ഏറ്റവും നല്ലത്? അല്ല, എന്തെങ്കിലും ഉണ്ടോ? ഒരു ഉടമ്പടി ഉണ്ടോ നിങ്ങൾ? ബാക്കിയുള്ളവരോടൊന്നും അറിയട്ടെ അതെങ്ങനെ നടക്കുന്നുള്ളത്. തീർച്ചയായിട്ടും സർ, ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ്, ഓരോ വ്യക്തികളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ ചാൻസ് കിട്ടിയാൽ പോലും തകർന്നു പോകുന്ന ഒരു സംവിധാനമാണ് ഈ വിവാഹം. സ്ത്രീകൾക്ക് അതൊക്കെ പഴയ കാലമല്ലേ? ഇപ്പോഴും സാറെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ രാത്രിയിൽ പാമ്പ് വരും, ആരെ കൊല്ലാൻ വന്നതുപോലെ, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കും. അല്ല, നമ്മളിപ്പോ 5 പാമ്പിനെ കയറ്റിയല്ലോ. ഇപ്പൊ UP ഒരുത്തൻ പാമ്പിനെ കയറ്റി. അതൊരു ലേഡിയാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആര് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പം വിവാഹമില്ലെങ്കിൽ കുടുംബമില്ല എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ ഈ നാട് മുടിഞ്ഞു പോകുന്ന രാഹുൽ, അത് ന്യായമാണ്. പക്ഷേ വിവാഹമില്ലാതായാലാണ് കുടുംബമില്ലാതാകുക എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ മനുഷ്യരുടെ മുഴുവൻ ചരിത്രത്തെ റദ്ദ് ചെയ്യാണ്. ഈ വിവാഹം എന്നാ ഉണ്ടായത്? ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകാരും ജ്വല്ലറി ഷോപ്പുകാരും കൂടിയല്ലേ സാറേ ഈ വിവാഹമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? മനുഷ്യന്മാർ തമ്മിൽ സ്നേഹത്തോട് അതാണ് പറയാൻ ശ്രമിച്ചത്. ഇതുപോലുള്ള കല്യാണങ്ങൾ, ഇത് 2 പേര് തമ്മിലുള്ള വിവാഹത്തിൽ 2 കുടുംബങ്ങളുടെ ബാങ്ക് ബാലൻസ് മുഴുവൻ, സ്വത്ത് മുഴുവൻ ഇല്ലാതായി പോകുന്ന ഒരു വൃത്തികെട്ട സംവിധാനമാണ് ഇപ്പം വിവാഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.